Yes, come in. Excuse me, teacher. എന്താ? ഞാൻ ജയകുമാറിന്റെ അനുജനാണ്. ഓ. ഇന്ദുവിന്റെ മമ്മിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്ത് പറ്റി? മോളെ ഇന്ന് സ്കൂളിൽ അയച്ചിട്ട് വരുമ്പോ സ്ലിപ്പായൊന്ന് വീണതാണ്. ഞാനിന്ന് വന്നതേ ഉള്ളൂ. ഡൽഹിയിലാ പഠിക്കുന്നത്. അയ്യോ, ഫ്രാക്ചർ വല്ലതുണ്ടോ? ഒന്നും അറിയില്ല. ഓർമ്മയുണ്ടായിരുന്നില്ല. ഓർമ്മ വന്നപ്പോൾ ഒരേ കരച്ചിൽ, മോളെ കാണണമെന്ന് പറഞ്ഞു. ദേവിത കുഞ്ഞിനെ ഒന്ന് അയച്ചെന്നാൽ ചേച്ചിക്ക് അതൊരു ചേട്ടൻ സ്ഥലത്തില്ല. ചേച്ചിയാണെങ്കിൽ വല്ലാതെ. ശരി, ഇന്ദു UKG-ലല്ലേ പഠിക്കുന്നത്? അതെ അതെ. ആ അന്നമ്മ ടീച്ചറിനോട് ഇന്ദുവിനെ ഇയാളുടെ കൂടെ ഒന്ന് അയക്കാൻ പറയും. ശരി, ഞാൻ പറയാം. താങ്ക് യു. അല്ല, എങ്ങനെയാ പോകുന്നത്? കാറുണ്ട്. ആ. മധുരം വചനം മധുരം നവവസന്ത സുമമധുരം നവവസന്ത സുമമധുരം. സുമേ, സുമേ, എന്താ കൊച്ചമ്മേ? ദേ മണി 12. നീ ഇതെല്ലാം എടുത്തു വെക്കേ. ഞാൻ പോയി മോളെ വിളിച്ചോണ്ട് വരാം. ഇന്ദു വാനി കയറിയില്ലല്ലോ. അങ്കിള് വന്ന് കൂട്ടിട്ട് പോയെന്ന് പറഞ്ഞു. അങ്കിളോ? എന്താ വന്നില്ലെന്നോ? അങ്കിളിന്റെ കൂടെ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് അയച്ചല്ലോ. യാതൊരു പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ എന്റെ കുഞ്ഞിനെ എങ്ങനെ വിട്ടു ഞാൻ ചോദിക്കുന്നത്? നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ലേ? അല്ലെങ്കിൽ എന്നെ ഫോണിൽ വിളിച്ചോന്ന് ചോദിച്ചൂടെ? എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടണം. എന്റെ ഭർത്താവിന് അങ്ങനെ ചേട്ടൻ അനിയനില്ല. നിങ്ങളുടെ ആരുമല്ലേ? എന്റെ കർത്താവേ, അപ്പൊ പിന്നെ കുട്ടി എവിടെ കൊണ്ടുപോയി? ഞാനിനി എന്ത് ചെയ്യും? ചേട്ടൻ ഇവിടെ ഇല്ല. എന്റെ കുഞ്ഞ് എവിടെ പോയോ? കൊച്ചമ്മ ഒരു കാര്യം ചെയ്യും, പോലീസിന് ഫോൺ ചെയ്യും. ഹലോ. അയ്യോ, ശബ്ദത്തിൽ ആ പഴയ മാധുര്യമൊക്കെ പോയല്ലോ. ഓ, ഇന്ദു സ്കൂളിൽ നിന്ന് വന്നില്ലല്ലേ? ഡോൺ വറി, അവൾ എവിടെയും പോയിട്ടില്ല. എൻ്റെ കൂടെ ഉണ്ട്. അവൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടോ എന്നൊരു സംശയം അല്ലേ? വേണ്ട, സംശയമൊന്നും വേണ്ട. ഇതാ നമ്മുടെ ഇന്ദുവിന്റെ ശബ്ദമാണ്, കേട്ടോ. മമ്മി, മോളെ ഈ അങ്കിള് കോൺവെന്റിന്ന് അങ്കിളിന്റെ വീട്ടിൽ കൊണ്ടുപോയേക്കുവാ. മോക്ക് എന്തെല്ലാം വാങ്ങിത്തന്നറിയോ? നല്ല അങ്കിളാ. ചുമ്മാ ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് ചെയ്തൊരു വേല. ആ, അതൊക്കെ പോട്ടെ, നമുക്ക് ടേംസിലേക്ക് കടക്കാം. എനിക്ക് നിന്നെ ഒന്ന് കാണണം, ഒറ്റയ്ക്ക്. നിങ്ങൾക്ക് ഞാൻ എന്ത് ദ്രോഹം ചെയ്തു? എന്തിനെന്നെ ഉപദ്രവിക്കുന്നു? ഞാൻ എന്തെയാണെന്ന് പറ. അന്നത്തെ പോലെ പോലീസിനെയും കൂട്ടി വരാനല്ല പറഞ്ഞത്, ഒറ്റയ്ക്ക്. എന്റെ മോളോ? ഡോണ്ട് വറി പ്രേമ, അവൾ സേഫാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒറ്റയ്ക്ക്. എവിടെ വരേണ്ടെന്ന് പറ. പറയട്ടെ, ധൃതി വയ്ക്കല്ലേ. നമ്മുടെ സ്റ്റേഡിയത്തിൽ വന്നാൽ മതി. അപ്പന്റെ മോളോ? പിന്നെയും പറയാം അത് തന്നെ. ഞാൻ തരാന്നേ, അവളെ എനിക്കെന്തിനാ? അന്നത്തെ പോലെ പോലീസിനെയും കൂട്ടി വന്നാൽ പിന്നെ നിന്റെ കുഞ്ഞിനെ കഷ്ണം കഷ്ണമായിട്ടായിരിക്കും നീ കാണുക. അയ്യോ, ഞാൻ ആരോടും പറയില്ല. ഞാൻ എത്ര മണിക്ക് വരണം?
ഭർത്താവിനോട് പോലും? ഇല്ല, ഞാൻ ആരെയും അറിയിക്കില്ല. പ്രോമിസ്. ആ, ഇപ്പൊ സമയം എത്രയായി? 40 മിനിറ്റിനുള്ളിൽ സ്റ്റേഡിയത്തിലെത്തണം. ഓക്കെ? ഞാൻ വന്നോളൂ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കോ. പുറകെ വയ്ക്കും. ഓട്ടോ ഓട്ടോ നേരെ പോട്ടെ. അച്ഛല്ലേ അങ്ങേരെ പൂട്ടച്ച് വീട്ടിൽ പോയി. എന്റെ താക്കോലുമില്ല. എന്തിനാ സാറേ? മറ്റേ സാധനം ഉണ്ടോ? മറ്റേതോ? ഓ, ഒരു പൊടി വേണേ തരാം. അതിതാ.
നീ താക്കോലെന്ന് വാങ്ങിച്ചോണ്ടോ? അയാളെങ്ങും തരത്തൊന്നുമില്ല, മക വെടക്കായി എന്നെ ചീത്ത പറയും. എന്താര്? ആ കടലാസിങ്ങൾ. നീ ഇതുകൊണ്ട് കൊടുത്താ മതി. കൊള്ളാമല്ലേ? മോള് നന്നായിട്ട് ചായം കൊടുക്കുന്നുണ്ടല്ലോ. മുയലാണെന്ന് തോന്നുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആവുന്നുണ്ടല്ലോ. അങ്കിൾ അങ്കിൾ മമ്മി എവിടെ അങ്കിൾ? അങ്കിൾ പോയി ഒരു ടെലിഫോൺ ചെയ്തു. മമ്മി അവിടെ ഉണ്ടോന്ന് അറിയണ്ടേ? അപ്പൊ ഫോൺ ആരും എടുക്കുന്നില്ല. അത് കഴിഞ്ഞ് അങ്കിൾ വേറെ സ്ഥലത്ത് പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കുണ്ടല്ലോ, അങ്കിൾ ഒരു കടയിൽ കയറി കുറെ കാഡ്ബറീസ് വാങ്ങി. മമ്മിയോട് പറയല്ലേ? മോൾ ഇതൊക്കെ കഴിച്ചു വിടിരുന്നു കേട്ടോ. എന്തോരം മുട്ടായ മോക്ക് കിട്ടിയിരിക്കുന്നെ. കോൾ അടിച്ചു. അവൾ വന്നോടാ. ആ വന്നു. നീ അവളെ കണ്ടോ? ആ കണ്ടു. എവിടെയാണ് അവളെ കൊണ്ടുപോയി? ഞാൻ എവിടെയും കൊണ്ടുപോയില്ല. നീ അവളോട് ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. ഇവനെ പോലൊരു കൊണഞ്ചൻ, ഇവനെയൊക്കെ കൊണ്ടു നടക്കുന്നവനെ വേണം പറയാൻ. ഒന്നാം ഒരു ചാൻസ് ആണല്ലോ നശിപ്പിച്ചത്. അങ്കിൾ നമുക്ക് പോവണ്ടേ? പോവാം മോളെ. മോക്ക് ഇവന്മാർ കഥയൊന്നും പറഞ്ഞില്ലേ? ശരി, മോക്ക് അങ്കിള് പറഞ്ഞുതരാലോ. അവനെ ഫോളോ ചെയ്തിട്ട് അവൻ വന്നില്ല സർ. ഓഹോ, മയക്കുമരുന്ന് വിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം വാച്ച് ചെയ്യാറുണ്ട്. അവനിതിന് അഡിക്റ്റായ സ്ഥിതിക്ക് അതേ ഒരു മാർഗമുള്ളൂ. ഈ കൈപ്പട എസിൽ തുടങ്ങുന്ന പേര്, ഇത് രണ്ടും ഓർമ്മ വേണം. അങ്കിൾ മമ്മിയുടെ അടുത്ത് പോവാ അങ്കിൾ. മോള് വാശി പിടിക്കാതെ മോളെ. മോക്ക് അങ്കിൾ എന്തൊക്കെയാ വാങ്ങി തന്നിരിക്കുന്നത്? എനിക്ക് മമ്മി വേണം. ഇപ്പൊ പോവാൻ പറ്റില്ലല്ലോ മോളെ. വേണ്ട വേണ്ട, ഇന്ദുവിന് മമ്മിയെ കാണണം. അയ്യോ, മോക്ക് ടോഫി വാങ്ങിച്ചുതരാം, ഉടുപ്പ് വാങ്ങിച്ചുതരാം. മോളെ സമാധാനമായിട്ടിരിക്കേ. എന്നാലും പോണം. അതേ നോക്ക് അങ്കിൾ എന്തൊക്കെയാ കൊണ്ടിരുന്നെന്ന്. അങ്കിള് ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടിരുന്നുണ്ടല്ലോ. ടോഫി ഉണ്ട്, പിന്നെ ചോക്ലേറ്റ്സ് ഉണ്ട്. നല്ല കുട്ടി ഉടുപ്പ് വാങ്ങി വന്നിട്ടുണ്ട്. എങ്ങനെ കൊടുക്ക? നോക്ക് കൊടുക്ക. എങ്ങനെയുണ്ട്? ഇനി പോവാ അങ്കിൾ. പോവാന്ന് പറഞ്ഞില്ലേ? പോടാ, നമുക്ക് ഇന്ദുമോക്ക് കുറച്ച് പാല് വാങ്ങിട്ട് വരാം. എന്നാ വേഗം വാങ്ങിട്ടോ. മോള് പാല് കുടിച്ചിട്ട് നമുക്ക് മമ്മിയെ കാണാൻ പോവാം. പ്രേമേ, നിനക്ക് ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ സാധിക്കുമോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഞാൻ എന്ത് വേണമെന്ന് നിങ്ങൾ പറ. നീ മറ്റൊന്നും ചെയ്യണ്ട. ഞാൻ പറയുന്ന സ്ഥലത്ത് നീ തനിയെ വരിക, അത്രമാത്രം. എന്റെ മോള്. ആ, നിന്റെ മോള് വരുന്നുണ്ട്. ശബ്ദം ഒന്ന് കേട്ടോ വേണമെങ്കിൽ. മോളെ, നമുക്ക് എപ്പോഴാ മമ്മിയുടെ അടുത്ത് പോകേണ്ടത്? അതിന്റെ പോവാ അങ്കിൾ. ആ, ഇപ്പൊ പോവാട്ടോ. മോളെ. കേട്ടില്ലേ എന്തു പറയുന്നു? വേഗം പറ. നിങ്ങളിങ്ങനെ ഇമോഷണൽ ആയാലോ? നമ്മൾ അവനെ ട്രാപ്പ് ചെയ്യാനല്ലേ ശ്രമിക്കുന്നത്? എന്താ ഇത്? എന്റെ കുഞ്ഞിനെ നിങ്ങളൊന്ന് കരയാതിരിക്കെ, ഒന്നും സംഭവിക്കില്ല. ഹീസ് ഓൺ ദ ലൈൻ. സ്പീക്ക്. സ്പീക്ക് ഓൺ. ഹലോ ഹലോ. പിന്നെ എന്റെ പ്രേമലതേ,
ഇപ്പോഴേ പോലീസ് അവിടെ ഉണ്ടോ എന്നൊരു സംശയം. ഞാൻ പറഞ്ഞതൊക്കെ ടേപ്പ് ചെയ്തു അല്ലേ? ഒരു ടേപ്പ് റെക്കോർഡിന്റെ ശബ്ദം. ആ സാരമില്ല, പഴയതുപോലെ ഇനി പിടിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഓർത്തോ, നിന്റെ മോള് പീസ് പീസ്. അയ്യോ വേണ്ട, ഒന്നും ചെയ്യില്ല എന്റെ കുഞ്ഞിന്. ശരിക്കാലോചിക്ക്. എനിക്ക് ഇവിടെ അധികം നേരം നിൽക്കാൻ പാടില്ല, അറിയാമല്ലോ. ഓക്കെ. നിങ്ങൾ എന്തിനാ ഇടയ്ക്ക് കയറി സംസാരിച്ചത്? നിങ്ങളൊക്കെ കൂടി എന്റെ കുഞ്ഞിനെ കൊല്ലും. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. ഞാൻ പോവാ. ഭ്രാന്താണ് ഈ കാണിക്കുന്നത്. ഭ്രാന്താണ് ഞങ്ങൾക്ക്. എനിക്കും എന്റെ ഭാര്യയ്ക്കും ഭ്രാന്താണ്. ഞങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോയത്. നിങ്ങൾക്ക് ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് അവരെ പിടിക്കാൻ കിട്ടി ആദ്യത്തെ അവസരം പാഴാക്കില്ലേ? ശരിയാണ്. നിങ്ങളുടെ സ്ഥലത്ത് ഞാനാണെങ്കിലും ഇത്രയൊക്കെ പറഞ്ഞു പോകും. നിങ്ങളൊന്ന് സമാധാനപ്പെടണം. നിങ്ങളുടെ കുട്ടിക്ക് ഒരാപത്തും ഉണ്ടാവില്ല. ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. പ്രോമിസ്. പ്രോമിസ്. ഓ, എന്താ പപ്പ നീ പറയുന്നത്? നമ്മൾ 3 പേരോട് ചേർന്നിട്ടില്ല ഇതൊക്കെ ചെയ്തത്. ഞാൻ തനിച്ചല്ലല്ലോ. എന്നിട്ടിപ്പോ അന്നത്തെ ഒരു മൂഡിന് അല്പം ലഹരിയുടെ പുറത്താണെന്ന് വെച്ചോ, ഒന്ന് ഫോൺ ചെയ്യാൻ പറഞ്ഞു. ഒരു തമാശക്ക് അവിടെ നിർത്തേണ്ട കാര്യമല്ലേ ഉള്ളൂ. അതും പോരാഞ്ഞ് ഈ ഗുലുമാല മുഴുവൻ ഉണ്ടാക്കിയിട്ട് ഒരു കൊച്ചിനെയും കെട്ടോണ്ട് വന്നു. എനിക്ക് വയ്യ ജോണി, സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാവുന്നു. ഇവനുണ്ടല്ലോ, ഇവന് വീട്ടിൽ ഒരു പ്രശ്നമില്ല. എന്ത് വന്നാലും അവന്റെ തന്ത വിചാരിച്ച ഊരാ. എന്റെ കാര്യം അതല്ലേ? അല്ല, ഒരു പ്രശ്നം വന്നാ എനിക്കും അതൊരു ബുദ്ധിമുട്ടാ. ഞാൻ എന്ത് ചെയ്യണോ പറയുന്നത്? നീ അവന്റെ കാല് പിടിച്ച സംഗതി നടക്കും. കുട്ടിയെ തിരിച്ചു കൊടുത്തേക്കാന്ന് പറ. പോലീസിനായിരുന്നു ഊരാൻ അതേ ഒരു മാർഗമുള്ളൂ. അവൾക്ക് കംപ്ലൈന്റ് ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അവൾ സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ആകെ ഗുലുമാലായി. അഴി എണ്ണീത് തന്നെ. അത് മാത്രമല്ലല്ലോ പ്രശ്നം. എന്റെ ഡാഡിയും മമ്മിയും നാളെ എത്തും. ഈ കുട്ടിയുമായിട്ട് ഇവിടെ കഴിഞ്ഞാലുള്ള സ്ഥിതിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഈ കുട്ടിയെ കൊണ്ട് എവിടെ പോകാനാടാ ജോണി? ഒറ്റയ്ക്കായിരുന്നില്ല എങ്ങനെയെങ്കിലും തടയപ്പായിരുന്നു. അതിനെ ആ വീടിന് മുമ്പിൽ കൊണ്ട് ഇറക്കി വിടറാ. അതങ്ങ് പൊക്കോളും. അവിടെ ഒക്കെ പോലീസ് ആയിരിക്കും. ചെന്നാലേ നേരെ പിടിച്ച് അകത്തായിക്കോളും. ഒന്നും മിണ്ടായിരിക്കടാ. ഇവന്റെ വർത്തമാനം കേട്ടാ ഏതാണ്ട് കൊള്ളക്കാരെ പിടിക്കാനായിട്ട് CID-മാരെ നടക്കുന്ന പോലെ. അവൻ പറയുന്നത് നേരാ. ചിലപ്പോ അവരവിടെ കാവലാണ്. ഞാൻ പോവാടാ. സുനിൽ, എന്നെ ഒന്ന് ഒഴിവാക്കിയേക്കടാ. പിടിച്ചാലും എന്റെ പേര് പറഞ്ഞേക്കല്ലേ. നീ വീട്ടിലേക്ക് വന്നേക്കരുതേ, ആകെ കുഴപ്പത്തിലാവും. നീ എന്തെങ്കിലും ഒന്ന് പറ. സംഗതി ഗൗരവമുള്ളതാ. ഇന്നൂടെ കഴിഞ്ഞാ ഇവിടുത്തെ താമസം അപകടത്തില. എന്തെങ്കിലും ഒന്ന് പറയേ. ആ, അപ്പൊ ഇതിന് മാത്രം ഞാൻ തനിച്ചൊരു തീരുമാനം എടുക്കണം അല്ലേ? അപ്പൊ ഇതുവരെ ഇപ്പൊ ഒഴിഞ്ഞു മാറുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും. അങ്ങനെയല്ല. നാളെ എന്റെ ഡാഡിയും മമ്മിയും ദർശനത്തിന് വരും. എനിക്കെല്ലാം മനസ്സിലായി. ഉഫ്, ഞാൻ പോയേക്കാം. ഇനി ഒരിക്കലും ഞാൻ ശല്യമാവില്ല. യെസ്, പോലീസ് സ്റ്റേഷൻ. ഏയ് അതൊന്നും ആയിരിക്കില്ല. നിങ്ങൾ ഏതായാലും അത് തൊടണ്ട. ഞാൻ ഉടനെ എത്തിയേക്കാം. ഓക്കെ. ആ ജയകുമാറിന്റെ വീട്ടിൽ ആരോ ഒരു പാക്കറ്റ് എറിഞ്ഞിട്ട് പോയിരിക്കുന്നു. അവരത് ആ കുട്ടിയുടെ കയ്യോ കാലോ ആണെന്ന് വിചാരിച്ച് ഭയന്നിരിക്കുക. നമുക്കുടനെ അങ്ങോട്ട് പോകണം. ആ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ടിനെ കൂടെ വിളിച്ചോളൂ. ശരി സാർ. എന്താ ഇത്? ഒന്നുമില്ല, മോക്കൊന്നുമില്ല. നിങ്ങൾ ഇതെല്ലാം എടുത്ത് മാറ്റ്. അത് തുടരുമ്പോ ഒന്നും കാണണ്ട. സമാധാനമായിട്ടിരിക്കും. ശബ്ദം ഉണ്ടാക്കി അവരെ ഉണർത്തണ്ട. ഈ ടെൻഷനിൽ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നോക്കൂ, കുട്ടിക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾ വേണം മിസ്സസിനെ സമാധാനിപ്പിക്കാൻ. നിങ്ങൾ കൂടെ ഇമോഷണൽ ആയാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. ഞാൻ പറയുന്നത് കേൾക്ക്. വി വിൽ കാച്ച് യു. കം ഓൺ.
എന്തു പറ്റി കുഞ്ഞാടെ? ഒന്നുമില്ല. മറ്റേ ആളുകളൊക്കെ എവിടെ? അറിയില്ല. ഓഹോ, ഒറ്റയ്ക്കായില്ലേ? എന്താ, വീട്ടിൽ നിന്ന് പുറത്താക്കിയോ അതോ കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടോ? ഇതൊന്നും അല്ലെങ്കിൽ സ്നേഹിച്ച പെണ്ണ് വഞ്ചിച്ച് കാണും. ഇതൊക്കെയാണല്ലോ നിങ്ങൾക്ക് നിരാശ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അതൊന്നുമല്ല എന്റെ പ്രശ്നം. പിന്നെ അങ്കിളിന് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഉണ്ടെങ്കിൽ അങ്കിൾ എനിക്കൊരു ബീഡിതാ. ഇല്ല, തരൂല. ഇല്ലാഞ്ഞിട്ടല്ല, ഇത് മനസ്സ് കലങ്ങി പറയുമ്പോ വലിക്കാനുള്ളതല്ല, ഉള്ള സന്തോഷം ഇരട്ടിപ്പിക്കാനുള്ളതാ. മോൻ ഈ ദുഃഖമെല്ലാം കാട്ടിക്കൊണ്ട് കളഞ്ഞിട്ട് വാ. ഇത്തിരി സ്വസ്ഥമായിട്ടൊന്നും കരുതി എങ്ങോട്ട് വന്നത്. സ്വസ്ഥതയില്ലാത്തവനൊന്നും ഇങ്ങോട്ട് വരണ്ട. അഥവാ നിങ്ങൾക്കൊന്നും സ്വസ്ഥതക്കുറവുണ്ടാകാൻ പാടില്ല. നിരാശ വന്നാൽ കഴിഞ്ഞില്ലേ? ചെറുപ്പത്തിന്റെ ആ ഒരു ത്രില്ലൊക്കെ തീർന്നില്ലേ? ഗോ അഹെഡ്. എന്ത് പ്രശ്നം വന്നോട്ടെ, ഷൂട്ട് ഇറ്റ്. ചെറുപ്പത്തിലെ അഡ്വഞ്ചേഴ്സ് ആകാനൊക്കൂ ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ ആഗ്രഹിക്കാനേ പറ്റൂ. ശരീരത്തിന് ശേഷി ഉണ്ടാവില്ല. സോ ഡോണ്ട് വേസ്റ്റ് യുവർ യൂത്ത്. അളവ് പറ. എന്തോ നീളോ മീഡിയം പറയാൻ. ആരാടാ ഈ അന്തോണി? പെട്ടി മേടിക്കാൻ വരുന്ന ആൾക്കാർ എന്തോരം കാര്യങ്ങളാണ് അന്വേഷിക്കണേ. എന്താ, മോളെ കെട്ടിച്ചു കൊടുക്കാനുണ്ടോ? സാറ് ഈ പോലീസ് സ്റ്റേഷനിലെ മറ്റേ, അയ്യോ, സാറിന് പെട്ടി വേണമെങ്കിൽ അളവിന് കൊടുത്തയച്ചാ പോരെ? ഞാനത് കൊടുത്തയക്കില്ലേ? ഇതിവിടെ വലിയ പെട്ടുണ്ട്, വലിയ പെട്ടുണ്ട്, ചെറിയ പെട്ടുണ്ട്, ചെറിയ പെട്ടുണ്ട്, ഇഷ്ടംപോലെ പെട്ടിയിൽ. ആരാടാ സുനിൽ? സുനിൽ സുനിലല്ലേ? ഈ സുനിൽ മറ്റേ ഈ സുനിൽ സുനിൽ എന്റെ കസ്റ്റമറാ. കസ്റ്റമറോ? ശവപ്പെട്ടി കസ്റ്റമറോ? അവന് പണി പഠിക്കാൻ വേണ്ടി വരുന്നതാ. എന്ത് പണി? പെട്ടി പണി. എന്താണ് ഈ സാധനം കൊടുത്തയക്കാൻ എഴുതിയിരിക്കുന്നത്? സാധനം അതെ, ഈ മറ്റേ ഉളിയും കൊട്ടുപടിയും. അവന് വീട്ടിൽ നിന്ന് പണി പഠിക്കാനാണേ. ഞാനൊരു കാര്യം ചെയ്യാം. ഈ സുനിലിനെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഇൻസ്പെക്ടറും പാർട്ടിയും സുനിലിനെ അന്വേഷിച്ച് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സുനിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ പറഞ്ഞേക്കാം. പോരെ? എന്താ പാടും അതിനകത്തൊക്കെ? ഇവിടുത്തെ പെട്ടികൾ പോലത്തുള്ള പെട്ടികൾ അവിടെ ഉണ്ട്. അകത്ത് സ്റ്റോക്കാണ്. ഈ പെട്ടിയിൽ വെച്ചാണെങ്കിൽ ചെറിയ പെട്ടികളുണ്ട്, വലിയ പെട്ടികളുണ്ട്, പിന്നെ പേപ്പർ ഒട്ടിച്ചുള്ള പെട്ടികളുണ്ട്, ഇഷ്ടം പോലെ പെട്ടികളുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ നിറച്ച ആനയാണേ. വെറുതെ എന്തിനാ പോണേ ആവശ്യമില്ലാണ്ട്? നമ്മളോട് പോവാ. ഒരു വഴിയോ അകത്ത് മുള്ളാനി ഉണ്ടാവും. ചെറിയ പെട്ടികൾക്ക് തറച്ചേന്റെ മുള്ളാനി ഉണ്ടേ. കാരണം സൂക്ഷിച്ചോട്ടോ. എന്താണോ ചിരിക്കുന്നത്? ഞാൻ ഓരോന്ന് ആലോചിക്കായിരുന്നേ. അല്ല, ഓരോരോ പോലീസ് സ്റ്റേഷനില് ഓരോന്ന് കേൾക്കുമ്പോ ബാക്കിയുള്ളവർക്ക് കൊതിയാവാണേ. മനസ്സിലായില്ല? ഓരോ ദിവസം അവിടെയൊക്കെ എത്ര പേരെയാ തട്ടണേ? സാറൊക്കെ ഒന്ന് മനസ്സ് വെച്ചാ ഈ പെട്ടിയൊക്കെ ഇവിടെ കുന്നുകൂടിയേണ്ട വല്ല കാര്യമുണ്ടോ? താനൊരു കാര്യം ചെയ്യും. നാളെ രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോരൂ. ഞാനാ? തന്റെ അളവിൽ ഒരു പെട്ടി കൂടെ എടുത്തോളൂ. കമോൺ. ഒരു കച്ചവടായി. എന്റെ അളവില? അയ്യോ, ഇവന്മാരെവിടെ പോയി മുങ്ങി? അന്തോണി, എന്റെ അമ്മേ. അത്തായോ? അമ്പട ഭയങ്കര. അന്തോണി, നീ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് എന്താണ് മുഖത്തൊരു നിരാശ? 2 ശവങ്ങളെ കിട്ടിയെന്ന് വിചാരിച്ചില്ലേ? എന്താ അങ്ങനെ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. അല്ല,
ഇതാര്? അന്തോണി ചേട്ടനോ? വരൂ വരൂ. ഇരിക്കുന്നേ. വേണ്ട സാറേ, ഞാൻ എന്ന് പറഞ്ഞാ പറ്റില്ല. ഇത് പഴയ കാലമൊന്നുമല്ല. ഞങ്ങളൊക്കെ നിങ്ങളെ സേവിക്കാനിരിക്കുന്നവരല്ലേ. വരൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ പുതിയ പതിവ്. അയ്യോ വേണ്ട സാർ. കുഴപ്പമില്ല, ഇരിക്കണം. ആ അപ്പോ എന്താ കുടിക്കാൻ? അയ്യോ എനിക്കൊന്നും വേണ്ട. എന്ന് പറഞ്ഞാലൊക്കില്ല. ആദ്യമായിട്ട് വരുന്നതല്ലേ, എന്തെങ്കിലും കഴിക്കണം. ലിംകയോ ഓറഞ്ച് ജ്യൂസോ ആപ്പിൾ ജ്യൂസോ എന്താ വേണ്ടെന്ന് പറഞ്ഞാട്ടെ. നിങ്ങളുടെ ഈ വാത്സല്യവും സ്നേഹമൊക്കെ കാണുമ്പോ തോന്നുക ഇതിലും എത്രയോ മുമ്പ് ഇവിടെ വരേണ്ടതായിരുന്നു. എത്ര നല്ല മനുഷ്യര്. പിന്നെ അപ്പോ എന്താ കഴിക്കുന്നത് പറയണം. പറഞ്ഞോളൂന്നേ. നിർബന്ധമാണെങ്കിൽ ഒരു ചായ കുടിക്കാം. അതെന്താ? കാപ്പി കുടിച്ചാൽ തനിക്ക് ഇറങ്ങില്ലേ? നിങ്ങളാ ചോദിച്ചത്? ഒന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ട് എന്താ ഇപ്പൊ എന്നെ മെക്കിട്ട് കയറണേ? എണീക്കോ. ഈ കസേര കയറിയിരിക്കാൻ താനെന്താ എന്റെ അളിയനോ? അയക്കാമുണ്ട്. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ എല്ലി ഞാൻ ഒടിക്കും. ആരായി സുനിൽ? അവന് നീയുമായിട്ടുള്ള ബന്ധം എന്താ? സത്യം പറയാം സാറേ, ഞാൻ സ്വല്പം കഞ്ചാവ് വലിക്കും. അല്ല, നിനക്ക് അതിന്റെ ബിസിനസ് ഇല്ല. അല്ലാതെ എനിക്ക് ഒരു ബിസിനസ്സും ഇല്ല. പിള്ളേരല്ലേ വന്ന് ചോദിക്കുമ്പോ എങ്ങനെയില്ല എന്ന് പറയാ, ഞാൻ കൊടുക്കും. അല്ലാണ്ട് അവന്റെ വീട് ഏതാണെന്നോ നാട് ഏതാണെന്നോ ഒന്നും എനിക്കറിയില്ല. ഇതൊക്കെയാണ് സത്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നീ സത്യം പറയില്ല. നിന്നെ കൊണ്ട് സത്യം പറയിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവരെ ആ സ്പെഷ്യൽ മുറിയിൽ കൊണ്ടുവന്ന് പെരുമാറ്. പെരുമാറാൻ പോവാ? എല്ലാവരും കൂടി എന്നെ പെരുമാറാൻ പോവാ? സാറ് വിചാരിച്ചു എന്നെ ഇവിടെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയാ കരയാനും പിഴിയാനും ആൾക്കാരുണ്ടാവുന്നല്ലേ? എനിക്കാരുമില്ല സാറേ, ആരുമില്ല. ഞാൻ ഒറ്റത്തടിയാ. സത്യം പറഞ്ഞിട്ടും സാറിന് വിശ്വാസമായില്ലോ. പെരുമാറ്, എല്ലാവരും കൂടി പെരുമാറ്. അന്തോണി പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. നിൽക്ക്. മേലാൽ ഈ ബിസിനസ് വേണ്ട. നിർത്തിയതായിട്ട് വെളിയിൽ അറിയുകയും വേണ്ട. അവനെങ്ങാനും അവിടെ വന്നാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. അതുകൊണ്ട് പൊയ്ക്കോളൂ. എന്റെ പൊന്നു മിലിറ്ററി സാറെ, പിന്നെ ഇവിടെ കിടന്ന് വലിക്കുക. പുറത്തൊരു കാലമാണ് കാവലിട്ടുണ്ട്. കാറ്റടിക്കുന്നുണ്ട്, മണടിക്കും. എനിക്കൊരു പോലീസുകാരുടെ തല്ലുള്ള വയ്യ. ആന്തോണി, ഒരു പോലീസ് എന്നെ ഒരു ചുക്കും ചെയ്യൂല. ഞാൻ മിലിറ്ററിയാ. ആ ധൈര്യത്തിൽ തന്നെ ഞാനും കളിച്ചേ. എന്നിട്ട് എന്തായി? കൊണ്ടത് ഞാനല്ലേ? മതി നിന്റെ ആ തൃക്കൈകൊണ്ട് ബീഡിങ് തന്നതാ. മതി മതി. കാലത്ത് തുടങ്ങിയതല്ലേ ഇതേ, കുറെ നാളായി. അന്തോണി, അന്തോണി നീ ഇവിടെ ഇരിക്കേ. എന്റെ പൊന്ന് മിലിറ്ററി സാറേ, എനിക്ക് ഇരിപ്പ് ഉറക്കില്ല. അവരെപ്പോഴാ കയറി വരാൻ ആർക്കാ അറിയാ? ആര് വേണേ വന്നോട്ടെ, നീ ഇതേ ഇവിടെ ഇരിക്കേ. എന്താ എന്ന് വല്ലാതെ പിടിച്ചോ? എനിക്ക് ആരുമില്ല അന്തോണി. ആര് പറഞ്ഞു ഇല്ലാന്ന്? ഉള്ളവരൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടല്ലേ? വേണ്ടാന്ന് വെച്ചത് ഞാനാണോ? അവളല്ലേ? അന്തോണി, നിനക്കറിയോ, ഗ്രൗണ്ടിൽ നിന്ന വേഷത്തില് ഞാൻ നാട്ടിലേക്ക് ട്രെയിൻ കയറിയതാ. ഞാനില്ലാത്തപ്പോ അവൾ എന്ത് വേണേ കാണിച്ചോട്ടെ, ഞാൻ അറിയില്ലല്ലോ. എന്റെ കൺമുമ്പ് വെച്ച് ഏതെങ്കിലും പുരുഷൻ സഹിക്കും അന്തോണി? ഒക്കെ കളഞ്ഞതല്ലേ, പിന്നെ എന്തിനാ അത് കുത്തിപ്പോകണേ? കാരണം ഉണ്ടെന്തോണി, ഇന്ന് വെളി വന്ന ദിവസാ. വിളിയോ? എവിടെന്ന്? മോളിന്ന്. ഒന്ന് മിണ്ടാണ്ട് കുറച്ചു നേരം അടങ്ങി നീ കിടക്ക്. അന്തോണി, നീ എനിക്ക് വേണ്ടി പണിത പെട്ടി വേറെ ആർക്കും കൊടുത്തില്ലല്ലോ. എന്തിനാ ഇപ്പൊ അത് ഇതൊക്കെ പറയണേ? ഇത് പിടി, എന്റെ ഇപ്പൊ ഇതേ ഉള്ളൂ. അതൊക്കെ കൈ തന്നെ വെച്ചാ മതി. പോകുന്നതിന് മുമ്പ് കടങ്ങളൊക്കെ തീർക്കണ്ടേ അന്തോണി? ആര് പോണു, എവിടെ പോണു? മിണ്ടാണ്ട് ഇവിടെ കിടന്നേ. വെച്ചോ, നീ എനിക്കൊരു പേര് തേർത്തതാ. ഞാനേ ആ കാലമാണ് പോയി നോക്കിട്ട് വരാം. പിന്നെ വലിക്കേ കൊരക്കേ ചാവ് എന്ത് വേണേ ആവാം. അന്തോണി, ഇന്ന് നീ എന്റെ കൂടെ തന്നെ വേണം. എന്തോ എനിക്ക് വല്ലാത്തൊരു പേടി.
പിന്നെ പേടി ഉള്ള കുഞ്ഞല്ലേ പേടിക്കാൻ. ഞാനേ ഇപ്പൊ വരാം. പോലീസുണ്ട് പോലീസുണ്ട് ഇവിടെ മോനെ. എന്തിനാ അങ്കിൾ മോളെ മമ്മിയുടെ അടുത്ത് കൊണ്ടുപോവോ? അതിന് മോളെ മമ്മിയില്ല ഡാഡിയില്ല, പിന്നെന്തിനാ മോള് തനിയെ വീട്ടിൽ പോണത്? അങ്കിൾ കള്ളം പറയുന്നതാ. മോളില്ലാതെ മമ്മി എവിടെ പോവില്ല. അങ്കിൾ എന്തിനാ മോളോട് കള്ളം പറയണത്? മോളുടെ അങ്കിളല്ലേ. നാളെയാണ് മോളുടെ മമ്മിയും ഡാഡിയും പറഞ്ഞത്. നാളെ മോളും അങ്കിളും വീട്ടിലേക്ക്. അങ്കിള് മോൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ? വേണ്ട ഇപ്പൊ. അപ്പോ ഒരു പാട്ട് പാടാം. അങ്കിളൊരു പാട്ട് പാടി തരട്ടെ? ഇന്ദുമോൾക്കറിയോ? അങ്കിള് നന്നായിട്ട് പാടും. വേണ്ട. പ്ലീസ് കേക്കണ്ട. പ്ലീസ് ഇന്ദു. കേക്കണ്ടാന്ന്. മോളെന്താ ഒന്നും മിണ്ടായിരിക്കുന്നേ? വേണ്ട. വേണ്ട. പോ. അങ്കിൾ ആരുമില്ല മോളെ. അങ്കിളിന് തല്ലല് മോളെ. വേണ്ട. ചീത്തയാക്കല. അങ്കിളിന് മോള് മാത്രമല്ലേ ഉള്ളൂ. അങ്കിൾ പാവല്ലേ, എന്തിനാ മോളെ തല്ലുന്നേ? അങ്കിളിന്റെ ചക്കര മോളല്ലേ. അടിക്കാതെ മോളെ. അങ്കിൾ പാവല്ലേ. ഇന്ദു, നീ എവിടെ പോണേ? ഇവിടെ വന്നിരിക്കെ. ഇല്ല. വരാൻ. എന്റെ മമ്മിയുടെ അടുത്ത് പോ. അങ്കിൾ ചീത്ത. ഇന്ദു മോളെ വെറുതെ വാശി പിടിക്കരുത്. അങ്കിളാ വിളിക്കുന്നേ. പോ എന്ന് പറഞ്ഞാ പോ. ഇന്ദു, നമസ്കാരം. ലൈറ്റ് കണ്ടതുകൊണ്ട് കയറിയതാ. എന്നാ ഇവിടെ താമസമായേ? എന്തിനാ? ഞങ്ങൾ മേലേക്കാവിന്ന് ഒരു ഉത്സവ പിരിവിന് ഇറങ്ങിയതാ. എന്തെങ്കിലും സംഭാവന തന്നാ കൊള്ളാം. ഇതാ. അപ്പൊ പേരെന്താ രസീതിൽ എഴുതണ്ടേ? രസീതൊന്നും വേണ്ട, നിങ്ങൾ വയ്ക്കോ. ശരി സാർ. ആ, കൊടുക്കറിയാതെ അങ്കിൾ അറിയാതെ ചെയ്തു പോയതാ. മോള് വാശി പിടിച്ചിട്ടില്ലേ? ഇനി ഒരിക്കലും അങ്കിൾ മോളെ അടിക്കില്ല, ഒരിക്കലും. നമുക്ക് മമ്മിയുടെ അടുത്ത് പോയി മോക്ക് ഇഷ്ടമുള്ള പാട്ട് പാടിത്തരാൻ പറയാം. ചേട്ടാ, ഇന്ദുവിടെ? അവളെ അവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. വരും. മമ്മിക്ക് മോളെ കാണണം. മോളെ
കണ്ടില്ലല്ലോ. മമ്മിക്ക് അറിയില്ലല്ലോ മോൾ എവിടെയാണെന്ന്. എന്റെ മോൾ എവിടെ? എനിക്ക് എന്റെ മോളെ കാണണം, ഇപ്പൊ കാണണം. പറ എന്റെ മോൾ എവിടെ? എന്റെ മോൾ എവിടെയെന്ന് പറ. നിങ്ങളൊക്കെ കൂടെ എന്റെ കുഞ്ഞിനെ എന്തോ ചെയ്യണോ? പറ. എനിക്കൊന്നും കേൾക്കണ്ട. പറ എന്റെ കുഞ്ഞെവിടെ? എന്റെ കുഞ്ഞെവിടെയെന്ന്. എന്റെ മോൾ എന്നെ വിളിക്കുന്നു. ഹലോ, ആ പ്രേമയാണ്. എന്റെ ഫ്രണ്ടാണോ? ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചിരിക്കുന്നു. എന്തുണ്ട് വിശേഷം? പാല് കൊടുത്തോ? മോളെ എവിടെ ഇപ്പോ? ബ്രെഡും കൊടുത്തോ? ആ, പാല് മുക്കി കൊടുക്കുന്ന അവർക്ക് ഇഷ്ടം. എന്താ മോളെ തിരിച്ചറിയാന്നോ? താങ്ക് യു. ഞാൻ എവിടെ വരണം? എങ്ങനെ ഡ്രസ് ചെയ്യണം? നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം. വെള്ള സാരിയോ? സാരി മാത്രം മതിയോ? വേറൊന്നും വേണ്ട. ഇപ്പൊ തന്നെ എത്തിയേക്കാം. മാലാകെ പോലെയോ? ഓ, എത്താം. എപ്പോ? രാത്രി 12 മണിക്കോ? കോവിലത്തോ? വരാം. പോലീസോ? ആരും ഉണ്ടാവില്ല. ചേട്ടൻ ഇവിടെ ഇല്ല. ആരും ഉണ്ടാവില്ല. ഞാൻ മാറ്റാൻ വരാം. എനിക്ക് എന്റെ കുഞ്ഞിനെ, എനിക്കെന്റെ മോളെ തരണം. എന്നെ പറ്റിക്കരുത്. വെക്കട്ടെ. എന്താ ഇത് മോളെ? പ്രേമേ, എന്താ മോളെ കാണിക്കുന്നത്? ആരാത്? പ്രേമലതയാ? പ്രേമലതയാണോന്ന് മോൻ കാണിക്കൂ.
പറ്റി? ഓ എന്തോ ഒരു ചെറിയ പ്രോബ്ലം. ഓഹോ. ഒന്ന് പുഷ് ചെയ്യാമോ? അതിനെന്താ? താങ്ക് യു. ഗുഡ് നൈറ്റ്. ചേടാ പഹയൻ നമ്മളെ പറ്റിച്ചു കളഞ്ഞല്ല. സർ ശശി, ഒരു ബ്ലാക്ക് ഫിയറ്റ് കാർ മിസ്റ്റർ ജയകുമാറിന്റെ വീടിന് മുമ്പിൽ നിർത്തിയിട്ട് കോവളം റോഡിൽ പുറപ്പെട്ടിട്ടുണ്ട്. നമ്പരില്ല. അതെപ്പോഴാണ്? അവനാണെന്നാ സംശയം. സാർ ഞാൻ ശശിയാണ്. ആ പഴയ വണ്ടി തന്നെ, ബ്ലാക്ക് ഫിയറ്റ്. ഇപ്പൊ നമ്പറുണ്ട്, KRT 4106. അവൻ തന്നെ പാർട്ടി, സംശയിക്കണ്ട. കൊല്ലം റൂട്ടിൽ പുറപ്പെട്ടിട്ടുണ്ട്. വിശക്കുന്ന മോളെ. അങ്കിൾ ആപ്പിൾ കെട്ടി തരാലോ. തൊട്ടുപോരുത്. കുട്ടിയെ ഞാൻ സുനിൽ, ഞങ്ങൾ ഉപദ്രവിക്കുന്നില്ല. കുഞ്ഞിനെ വിട്ടേക്ക്. അല്ലെങ്കിൽ പോരുത്. Don't move. I said don't move.
ഹോൾഡ് ഓൺ പ്ലീസ്. ജയകുമാറല്ലേ? DYSP സോമശേഖരൻ. ഞാൻ ഫോൺ ഒരാടെ കൊടുക്കാം, സംസാരിക്കണം. ഹലോ ഡാഡി. എന്താടാ പേര്? പേരെന്താന്ന്? സുനിൽ. എന്തോ സുനിൽ? വയസ്സ്? 20. 20. അവരവനെ വല്ലതും ചെയ്തു കാണുമോ? മോനെ സുനിൽ, എന്ത് പറ്റി മോനെ? അയ്യോ, എന്റെ മോനെ കണ്ടാൽ അറിയണ്ടായല്ലോ. നീ ഒന്ന് പറഞ്ഞാ മതിയായിരുന്നല്ലോ. ഡാഡി എല്ലാം എന്ത് സംഭവിച്ചു? അവൻ അറസ്റ്റിലാണ്. അത്രേ ഉള്ളൂ. അങ്ങ് റിലീസ് ചെയ്താത്തിരുന്നല്ലോ. വെറുതെ അങ്ങ് റിലീസ് ചെയ്യാനല്ല ഞങ്ങൾ അറസ്റ്റ് ചെയ്തത്. നിങ്ങളുടെ മകൻ ഈ കുട്ടിയുടെ അമ്മയെ പതിവായി ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തി. അവസാനം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി സെക്ഷുവൽ ഇന്റൻഷനോടെ അവരെ അവിടെ എവിടെയൊക്കെ വരുത്താൻ ശ്രമിച്ചു. നോൺസെൻസ്. എന്റെ മകൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇതാണ് എന്റെ അഡ്വക്കേറ്റ് മിസ്റ്റർ കുറുപ്പ്. പ്ലീസ് സിറ്റ് ഡൗൺ. നോ താങ്ക്സ്. നിങ്ങൾ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. വാറണ്ട് ഉണ്ടായിരുന്നു? ഐ ഡോണ്ട് നീഡ് ഇറ്റ്. എനിക്ക് അതിനുള്ള പവർ ഉണ്ട്. ഏത് സെക്ഷൻ അനുസരിച്ചാണ് അറസ്റ്റ് ചെയ്തത്? അതൊക്കെ ഞാൻ കോടതി പറഞ്ഞാ പോരെ. സുനിൽ പതിവായി ഫോൺ ചെയ്തിരുന്നു എന്ന് പറയുന്നു. നിങ്ങൾ കോൾ ട്രേസ് ചെയ്തിട്ടുണ്ടോ? നോ. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഞങ്ങൾക്കത് മതി. വിലപ്പോവില്ല. തന്നെയുമല്ല, കുട്ടിയെ കോൺവെന്റിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്നു എന്ന് പറയുന്നു. ടീച്ചർ സുനിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ ഇതെല്ലാം സുനിലാണ് ചെയ്തതെന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും? എങ്ങനെ സുനിലിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു? ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിനുള്ള അധികാരമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാര്? താൻ എന്താ വിചാരിച്ചത്? ഞങ്ങൾക്ക് അവർ മിഡിയലാണെന്നാണോ ഈ കുട്ടിയോടൊപ്പമാണ് അറസ്റ്റ് ചെയ്തത്? ഇയാളാരാ നിങ്ങൾ മുമ്പ് കണ്ട് ശരി പിള്ളേരെ പോലെ സംസാരിക്കുന്നത്? ഞങ്ങൾക്ക് പോലീസുകാരുടെ തെളിവുകളൊന്നും കേൾക്കണ്ട. കാണുന്നുണ്ടല്ലോ ദിവസവും പേപ്പറിൽ. പിന്നെ നിങ്ങളോട് എനിക്ക് കെഞ്ചേണ്ട കാര്യമൊന്നുമില്ല. ചീഫ് മിനിസ്റ്റർ വേണോ, ഹോം മിനിസ്റ്റർ വേണോ, ഞാൻ ഒന്ന് ഫോൺ ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടാൻ തോന്നുന്നു. നിങ്ങളെ മിനിസ്റ്റർ ആയാലും എനിക്ക് പ്രശ്നമല്ല. എന്നെ ഏതെങ്കിലും ഓണം കേറാമൂലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞൊന്നു വരും. അതിലും എനിക്ക് ഭയമില്ല. ഇവിടെ അതല്ല പ്രശ്നം. നിങ്ങളുടെ മകൻ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ്. ഒരുപക്ഷേ നിങ്ങൾക്കത് അറിഞ്ഞുകൂടായിരിക്കും. അവൻ ചെയ്തു വന്ന തെറ്റുകൾ മനസ്സിലാക്കാതെ ശരിയും തെറ്റും മനസ്സിലാകാത്തൊരു സ്ഥിതിയിലേക്ക് ദൈവീത് അവനെ വലിച്ചഴിക്കരുത്. ഉപദേശമൊന്നും വേണ്ട. നിങ്ങൾക്കിപ്പോ അവനെ റിലീസ് ചെയ്യാൻ ഒക്കുമോ ഇല്ലയോ? നോ. അപ്പൊ ജാമ്യത്തിൽ വിട്ടേക്കൂ. നോ, വേണ്ട. വീടത് പ്ലീസ്. അവർക്ക് വേണ്ടി തന്നെയല്ല, അവന്റെ പ്രസിഡന്റ് അവർക്ക് വേണ്ടത്. ഐ ഡോണ്ട് വാണ്ട് എനിബഡീസ് ബെയിൽ. മമ്മി ഡാഡി മോനെ കൊണ്ടുപോകാനല്ലേ? എനിക്ക് ആരുടെ ആവശ്യമില്ല. ഗെറ്റ് ഔട്ട് പ്ലീസ്. സർ, സർ എന്നെ കൊണ്ടുപോകാൻ അനുവദിക്കരുത് സർ, പ്ലീസ് സർ. കൂൾ ഡൗൺ പ്ലീസ്, കൂൾ ഡൗൺ. ഇറ്റ്സ് എ നോൺ ബെയിലബിൾ ഒഫൻസ്. അതുകൊണ്ട് ഇവിടുന്ന് ജാമ്യം കിട്ടില്ല. അപ്പോ എല്ലാം നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചു. ജഡ്ജിയും കോടതിയും ഒക്കെ നിങ്ങൾ തന്നെ. എന്നെ കളിപ്പിക്കാൻ വരരുത്. കളിപ്പിച്ചവരെയൊക്കെ ഞാൻ കളി പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. പഠിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ മിസ്റ്റർ. ഇയാൾ തന്നെ അവനെ അവിടെ കൊണ്ടുവരും. നീ നോക്കിക്കോ. ഇവന്മാരവനെ പേടിപ്പിച്ചിരിക്കുക. വാടി ഇങ്ങോട്ട്. മോനെ. വരാനല്ലേ പറഞ്ഞത്? വരാനേ. ഇങ്ങോട്ട് വരാൻ. ഞാൻ പേടിക്കല്ലേ. വിചാരിച്ചത് ഇവിടെ എന്തെങ്കിലും നടക്കുമെന്ന് ഞാൻ നോക്കട്ടെ. മോനെ. സുനിൽ, എന്നെ രക്ഷിക്കണം. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല സർ. സേവ് മീ പ്ലീസ്. സുനിൽ എന്താ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ? ഡാഡി. മോളെ, ഡാഡി ഡാഡി മമ്മി എവിടെ? നമുക്ക് മമ്മ അടുത്ത് പോകാം. മമ്മി മോളെ കാത്തിരിക്കുക ഇവിടെ. ഇതാണോ സാർ പാർട്ടി? ഇത് പോലീസ് സ്റ്റേഷനാണ്. നിയമം കയ്യിലെടുക്കാൻ നിങ്ങളെ ഞങ്ങൾ അനുവദിക്കില്ല. സോറി സാർ, എന്നോട് ക്ഷമിക്കണം. എന്റെ ഒരു അവസ്ഥ സാർ മനസ്സിലാക്കണം. ഭാര്യ അബോധാവസ്ഥയിലാണ്. ഞങ്ങൾ അനുഭവിക്കുന്ന വേദന സാർ മനസ്സിലാക്കണം. എല്ലാം എവനൊരുത്തം അങ്കിൾ